പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്ന ഒരു മോദി ഫോബിയയുണ്ട്. RSS ഫോബിയ, BJP ഫോബിയ. അതെ, RSSനെയും BJPയെയും നരേന്ദ്രമോദിയെയും ഒക്കെ നമ്മൾ ഭയപ്പെടേണ്ടതാണ് എന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഫോബിക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെ ആയിരുന്നു ഇത്രയും വർഷവും. ഇടയ്ക്ക് എൻ്റെ സഹോദരൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് നാട്ടിൽ പോയപ്പോൾ ഉമ്മയുടെ മക്കളിൽപ്പെട്ട ഒരാളുടെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ മകളുടെ ഭർത്താവ് പറഞ്ഞു, BJPക്കാരും എൻ്റെ വീട്ടിൽ വരണ്ട. കാരണം ഞാൻ BJPക്കാരിയാണ്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഉമ്മച്ചിയും BJPക്കാരും. ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഒരു BJP ഫോബിയ മുസ്ലിങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം BJP ആയിക്കഴിഞ്ഞാൽ ഉടനെ അയ്യോ വലിയ ബുദ്ധിമുട്ടാണ്, BJP അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ലേ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ നിലവിളിച്ചിരുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? BJP തുടർച്ചയായി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴും എല്ലാവർക്കും ലഭിക്കുന്ന പരിഗണന തന്നെയാണ് മുസ്ലിങ്ങൾക്കും ലഭിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വേറെ, ഹിന്ദുക്കൾക്ക് വേറെ, ക്രിസ്ത്യാനികൾക്ക് വേറെ യാതൊരു പരിഗണനയുമില്ല. ഇപ്പോൾ ഒന്നടങ്കം മുസ്ലിങ്ങൾ BJPയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു, BJPയെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ മുഴുവൻ വാഗ്ദാനങ്ങളും പാലിച്ച് നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഈ അധികാര കസേരയിൽ ഇരിക്കുന്നത് എന്ന് വിളിച്ചു പറയാതെ പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും മനസ്സിലായി, നരേന്ദ്രമോദി ജയിച്ചാൽ പിന്നീട് മുസ്ലിങ്ങളൊന്നും ഈ ഭാരതത്തിൽ ഉണ്ടാവില്ല, എല്ലാവരെയും പാകിസ്ഥാനിലേക്ക് അയക്കും, മുസ്ലിങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. 99.99% മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. കാരണം മസ്ജിദുകളിൽ കൂടി, വഷളു പരമ്പരകളിൽ കൂടി, ഖുർആൻ ക്ലാസ്സുകളിൽ കൂടി, മദ്രസ തലങ്ങളിൽ കൂടി ഈ രൂപത്തിൽ ഒരു മോദി ഫോബിയ, ഒരു BJP ഫോബിയ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യവുമില്ലാതെ, ഒരാവശ്യവുമില്ലാതെ. ഹൈഡ്രോഫോബിയ, വെള്ളം കണ്ടാൽ ഭയപ്പെടുന്ന ഒരു രോഗം. വെള്ളം കണ്ടാൽ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ നരേന്ദ്രമോദിയെ ഭയപ്പെടേണ്ട കാര്യമുണ്ട്. ഇവർ ഇസ്ലാമോഫോബിയ എന്ന് പറയും. ഇസ്ലാമിൽ ഫോബിക് അല്ല ഉള്ളത്, ഫിയർ ആണ്. റിയൽ ഫിയർ ആണ് ഇസ്ലാമിലുള്ളത്. ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഫോബിക്. വെള്ളത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ ഇവിടെ ഒരുപാട് മുസ്ലിം സംഘടനയുടെ നേതാക്കൾ, മുസ്ലിം സംഘടനയിലെ അണികൾ കൂട്ടം കൂട്ടമായി BJPക്ക് വോട്ട് ചെയ്യുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദാണ് ആവേശത്തോടു കൂടി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ BJPയുടെ കൊടി മുറുകെ പിടിച്ചു പറഞ്ഞത്, ഇവിടെ BJPക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. കാരണം ഈ രാജ്യത്തെ രക്ഷിക്കാൻ BJPക്ക് സാധിക്കും, ഈ രാജ്യത്തെ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിക്കും. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന നേതാവിൽ, പ്രധാനമന്ത്രിയിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ നരേന്ദ്രമോദിയെ വിജയിപ്പിക്കും എന്നാണ് ആ ഉസ്താദ് പോലും കൊടിപിടിച്ചിട്ട് പറഞ്ഞത്. ഇപ്പോഴിതാ നമ്മുടെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ BJPക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷന്റെ പ്രസിഡന്റ് മൗലാന സജീദ് റഷീദ്. അതെ, ഇവർക്കൊക്കെ വെളിവ് വച്ചിരിക്കുന്നു. BJPയുടെ പേരിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കാര്യവുമില്ലാതെ ഭയം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം BJP ഹൈന്ദവ രാഷ്ട്രീയമാണ്, അവർ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയുള്ള വാഗ്ധോരണികളാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെല്ലാം. ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് വോട്ട് ചെയ്തതെന്ന് തുറന്നു പറഞ്ഞ ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സജിദ് റഷീദ്, BJPയുടെ പേരിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭയം ഉളവാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നു. ഈ ഭയം ഇല്ലാതാക്കാനാണ് BJPക്ക് വോട്ട് നൽകിയതെന്നും മൗലാന സജിദ് റഷീദ് പ്രതികരിച്ചു. पार्टियां ये कहती हैं कि मुसलमान BJP को हराने के लिए वोट करता है और उनके जहन में, मुसलमानों के दिमाग में ये बात डाली जाती है कि BJP को हराओ,
नहीं तो बीजेपी आएगी तो आपके अधिकार छीन लिए जाएंगे, आपका वोटर अधिकार भी छीन लिया जाएगा। इसलिए मुसलमानों के दिल से वो डर खत्म करने के लिए मैंने वोट किया है। मैं दिल्ली में अगर बीजेपी सरकार बनेगी तो मैं फिर मुसलमानों से ये कहूंगा कि देखो इन 5 सालों में मेरा कौन सा अधिकार बीजेपी ने छीना है वो मैं दिखाने और बताने का काम करूंगा। एक नई सोच मेरे दिल में पैदा हुई है कि मुसलमानों के अंदर से वो डर खत्म किया जाए, जिस डर को लेकर मुसलमान हिंदुस्तान में जी रहा है। और वो डर कुछ बीजेपी नेताओं के बयानों की तरफ वजह से भी है और उससे कहीं ज्यादा विपक्षी पार्टियां जो है मुसलमानों को डराने का काम कर रही हैं। इसलिए मैं उस डर को खत्म करना चाहता हूं। വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കാണ് വോട്ട് ചെയ്തതെന്ന് തുറന്നു പറഞ്ഞ ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സജിദ് റഷീദ്. ബിജെപിയുടെ പേരിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭയം ഉളവാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നു. എന്നാൽ ഈ ഭയം ഇല്ലാതാക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിൽ എന്ന് മൗലാന സജിദ് റഷീദ് വ്യക്തമാക്കുകയാണ്. വിവരങ്ങൾ. രോഹിണി, ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നലെ പൂർത്തിയായതിനു ശേഷമാണ് ഇന്നിപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു വെളിപ്പെടുത്തലുമായി ഓൾ ഇന്ത്യ മുസ്ലിം ഇമാം അസോസിയേഷന്റെ അധ്യക്ഷൻ മൗലാന സാജിദ് റഷീദി രംഗത്തെത്തിയിരിക്കുന്നത്. താൻ ജീവിതത്തിൽ ആദ്യമായി ബിജെപിക്ക് വോട്ട് ചെയ്തിരിക്കുന്നുവെന്നാണ് സാജിദ് റഷീദി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തിനാണ് ബിജെപിക്ക് വോട്ട് ചെയ്തത് എന്നതിനെ പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പലതും മുസ്ലിങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭയം ഉളവാക്കാൻ ശ്രമിക്കുന്നു. അതായത് ബിജെപി എന്തോ വലിയ മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു ഭയം ഉളവാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത്തരം ഭയം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് താൻ ഇന്നലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് താമര ചിഹ്നത്തിൽ ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്തതെന്നും അങ്ങനെ വോട്ട് ചെയ്തുവെന്ന വീഡിയോ താൻ പ്രചരിപ്പിക്കുന്നതും മുസ്ലിങ്ങൾക്കിടയിൽ ബിജെപിയോട് ഒരു ഭയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്നാണ് ഈ മൗലാന സാജിദ് റഷീദി വിശദീകരിക്കുന്നത്. എന്തായാലും പരോക്ഷമായ വിമർശനം ഇദ്ദേഹം കോൺഗ്രസ്, ആം ആദ്മി തുടങ്ങിയ പാർട്ടികൾക്കെതിരെ നടത്തുന്നു. ഒരു വിഭാഗം പാർട്ടികൾ ബിജെപി വിരുദ്ധമായ അജണ്ട അല്ലെങ്കിൽ ഭയം മുസ്ലിം സമൂഹത്തിനിടയിൽ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് പരോക്ഷമായി പറയുമ്പോൾ അത് കോൺഗ്രസ്, ആം ആദ്മിയും അടങ്ങുന്ന പാർട്ടികളെയാണ് ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിന്റെ അധ്യക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാകുന്നു. ഏതായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് കാര്യമായി തന്നെ ബിജെപിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. കാരണം മുൻപൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി പോകുന്നത് ആം ആദ്മി പാർട്ടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനാണ്. എന്നാൽ ഒരു വിഭാഗം ന്യൂനപക്ഷ വോട്ടുകൾ കാര്യമായി തന്നെ ബിജെപിയുടെ വോട്ടിലേക്ക് എത്തി എന്നത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മൗലാന സാജിദ് റഷീദിയുടെ ഇത്തരം ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഡൽഹിയിൽ ബിജെപി അധികാരത്തിൽ എത്തണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ബിജെപി അധികാരത്തിൽ വരുന്നത് കൊണ്ട് മുസ്ലിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ അവകാശങ്ങൾ എടുത്തു കളയുമെന്ന് താൻ വിചാരിക്കുന്നില്ല. ഇതെല്ലാം വളരെ തെറ്റായ പ്രചരണമാണ് എന്ന് കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. രോഹിണി, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. ജനങ്ങൾക്ക് വെളിവ് വെച്ചപ്പോൾ മൗലവിമാർ പറഞ്ഞ ബിജെപി ഫോബിയ എന്താണ് എന്ന് അവർക്കും മനസ്സിലായി. ഈ രാജ്യം നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ, ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏത് രൂപത്തിലാണ് അവിടെയുള്ള മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്നിവർ നോക്കി കാണുവാണ്. തന്നെയുമല്ല, മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സുഖത്തോടെയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ അതൊക്കെ നരേന്ദ്രമോദിയുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ഒക്കെ വന്നു ചേരുന്നത്. അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദി ഈ രാജ്യത്തെ ഉന്നതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലായി. മുത്തലാഖ് നിരോധിക്കുന്നതും ഏക സിവിൽ കോഡും വഖഫും ഇതൊക്കെ തലയ്ക്കകത്ത് ആള് താമസമുള്ള മുസ്ലിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണെന്ന്. അതാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിന് മനസ്സിലായി. നമ്മൾ ബിജെപിയോടൊപ്പമാണ് നിൽക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം തകർന്നു പോകുകയും ഇസ്ലാം മത രാജ്യമായി ഈ രാജ്യം മാറുകയും ചെയ്യുമെന്ന യാഥാർത്ഥ്യം. നന്ദി.